ഖുർആൻ അത്ഭുതങ്ങൾ അവസാനിക്കുന്നില്ല. 30-ാം ഭാഗം. ദേശാടന പക്ഷികൾക്ക് വഴി കാണിക്കുന്നത് ആരാണ്? ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും ഹൃദയം തൊട്ട പെരുന്നാൾ ആശംസകൾ. ഈദുക്കും മുബാറക്, തഖബ്ബലല്ലാഹു തഅതക്കും വകുല്ലു ആമിൻ വഅൻതും ബിഖൈർ. ഇൻഷാ അല്ലാഹ് നമ്മൾ ഈ പരമ്പര തുടർന്നു പോകാൻ ഉദ്ദേശിക്കുകയാണ്. എല്ലാ വ്യാഴാഴ്ചകളിലും ഒരു ക്ലിപ്പ് എന്ന നിലയിൽ പെരുന്നാൾ കഴിഞ്ഞാലും ഈ പരമ്പര തുടരും. അപ്പോൾ ഖുർആൻ അത്ഭുതങ്ങൾ അവസാനിക്കുന്നില്ല, നമ്മുടെ പരമ്പരയും അവസാനിക്കുന്നില്ല. നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ദേശാടന പക്ഷികൾക്ക് വഴി കാണിക്കുന്നത് ആരാണ്? ഖുർആനിൻ്റെ പ്രഖ്യാപനമനുസരിച്ച് പ്രപഞ്ചം മുഴുവൻ മുസ്ലിങ്ങളാണ്. പ്രപഞ്ചത്തിലെ ഓരോ വസ്തുക്കളും മുസ്ലിങ്ങളാണ്. സൂറത്ത് ആലു ഇമ്രാൻ 83-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നുണ്ട്, അഫഗൈറ ദീനില്ലാഹി യബ്ഗൂൻ, അള്ളാഹുവിൻ്റെ മാർഗദർശനമല്ലാതെ, ദീനല്ലാതെ മറ്റേത് ദീനാണ് അവർ ആഗ്രഹിക്കുന്നത്? വലഹു അസ്ലമ മൻ ഫിസ് സമാവാതി വൽ അർദ് തൗഅൻ വ കർഹൻ വ ഇലൈഹി യുർജഊൻ. ആകാശങ്ങളും ഭൂമിയും അതിലുള്ള സകലതും അള്ളാഹുവിന് കീഴ്പ്പെട്ടുകൊണ്ട് മുസ്ലിങ്ങളായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അത് ഒന്നുകിൽ സ്വമനസാലയോ അല്ലെങ്കിൽ നിർബന്ധിതമായോ എല്ലാം അള്ളാഹുവിലേക്കാണ് മടങ്ങിച്ചെല്ലുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിശ്ചയിച്ചിട്ടുള്ള ധർമ്മങ്ങളുണ്ട്, അത് നമുക്ക് മാറ്റാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് കൈകൊണ്ട് കാണാനോ കണ്ണുകൊണ്ട് തിന്നാനോ കഴിയില്ല. നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവത്തിനും അള്ളാഹു നിശ്ചയിച്ച ഓരോ ധർമ്മങ്ങളുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞ ഈ ആയത്തനുസരിച്ച് നമ്മളുടെ ഓരോ അവയവങ്ങളും വലഹു അസ്ലമ എന്ന് പറഞ്ഞില്ലേ, അവന് കീഴ്പ്പെട്ട് അവന് മുസ്ലിമായി കൊണ്ട് ജീവിക്കണം. അള്ളാഹു പറയുന്ന അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്, അതനുസരിച്ചേ അവക്ക് പ്രവർത്തിക്കാൻ പറ്റൂ. ഇതിന് പ്രാപഞ്ചിക മാർഗദർശനം എന്നോ അല്ലെങ്കിൽ നൈസർഗിക മാർഗദർശനം എന്നോ ഒക്കെ പറയാം. പുറമെ അള്ളാഹു മനുഷ്യർക്ക് സാൻമാർഗിക മാർഗദർശനം കൂടി നൽകുന്നുണ്ട്. അപ്പോൾ നൈസർഗിക അല്ലെങ്കിൽ പ്രാപഞ്ചിക മാർഗദർശനത്തിന് പുറമെ അള്ളാഹു നൈസർഗിക മാർഗദർശനവും നൽകുന്നുണ്ട്. അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ സൂചിപ്പിക്കുന്നത്. എന്നിട്ട് മനുഷ്യനോട് അവൻ്റെ സാൻമാർഗിക മാർഗദർശനത്തിൻ്റെ കാര്യത്തിലും അള്ളാഹുവിൻ്റെ ദർശനം പിന്തുടരണം എന്നവനെ ഉത്ബോധിപ്പിക്കുകയാണ്. സൂറത്തു ത്വാഹയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു ചരിത്ര സംഭവം എടുത്ത് ഉദ്ധരിക്കുന്നുണ്ട്. സൂറത്തു ത്വാഹ 49-50 ആയത്തുകൾ. മൂസാ നബി അലൈഹിസ്സലാം, ഹാറൂൻ നബി അലൈഹിസ്സലാം അവർ ഫിർഔനുമായി സംവദിക്കുമ്പോൾ നടക്കുന്ന ഒരു സംഭാഷണമാണ്. ഖാല ഫമർ റബ്ബുക്കുമാ യാ മൂസ, മൂസാ നബി അലൈഹിസ്സലാമിനോടും ഹാറൂൻ നബി അലൈഹിസ്സലാമിനോടും ചോദിക്കുകയാണ്, നിങ്ങളുടെ രണ്ടുപേരുടെയും റബ്ബാരാണ്? അപ്പോൾ മൂസാ നബി അലൈഹിസ്സലാം പറയുന്ന മറുപടി, ഖാല റബ്ബുനല്ലദീ അഅ്താ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദാ. വളരെ ലളിതമായി അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മൂസാ നബി അലൈഹിസ്സലാം വിശദീകരിച്ചു കൊടുക്കുകയാണ്. ഓരോ വസ്തുവിനും അതിൻ്റെ പ്രകൃതം നൽകുകയും പിന്നീട് അവക്ക് വഴി കാണിച്ചു കൊടുക്കുകയും ചെയ്തവനാണ് ഞങ്ങളുടെ രക്ഷിതാവ്, ഞങ്ങളുടെ റബ്ബ്. ഖുർആനിലെ സൂറത്തുൽ അഅല നമുക്കെല്ലാവർക്കും അറിയുന്ന സൂറത്തായിരിക്കും ഒരു പക്ഷേ. അത് ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്, സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅല അല്ലദീ ഖലഖ ഫസവ്വാ വല്ലദീ ഖദ്ദറ ഫഹദാ. സൂറത്തുൽ അഅല 1, 2, 3 ആയത്തുകൾ. അത്യുന്നതനായ നിന്റെ നാഥൻ്റെ നാമം നീ പ്രകീർത്തിക്കുക, അവൻ സൃഷ്ടിച്ച് അന്യൂനമാക്കിയവനാണ്. എന്നിട്ട് വല്ലദീ ഖദ്ദറ ഫഹദ, എല്ലാം കൃത്യമായി കണക്കാക്കി ഹിദായത്ത് നൽകിയവനാണവൻ, ബോധനം നൽകിയവനാണവൻ. എല്ലാറ്റിനും കൃത്യമായ കണക്കുണ്ട്, എല്ലാറ്റിനെയും അവൻ ബോധനം നൽകിയിരിക്കുന്നു. മനുഷ്യന് മാത്രമല്ല, സകല ജീവജാലങ്ങൾക്കും അവൻ ബോധനം നൽകിയിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു, വഔഹാ റബ്ബുക ഇലൻ നഹൽ, നിന്റെ നാഥൻ തേനീച്ചക്ക് ബോധനം നൽകി എന്ന്.
അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഓരോ ജീവിക്കും അല്ലെങ്കിൽ ഓരോ ജീവജാലങ്ങൾക്കും, ഗ്രഹങ്ങൾക്കും, പർവ്വതങ്ങൾക്കും, അതുപോലെ തന്നെ നക്ഷത്രങ്ങൾക്കും, മരങ്ങൾക്കും, ഇങ്ങനെ എല്ലാ സാധനങ്ങൾക്കും, എല്ലാ സംഗതികൾക്കും അള്ളാഹു അതിന് നിശ്ചയിച്ചു കൊടുത്തിട്ടുള്ള ഒരു രീതിയുണ്ട്, പ്രകൃതമുണ്ട്. ഇത് അള്ളാഹുവിൻ്റെ ബോധനമാണ്. പക്ഷികളുടെ ദേശാടന യാത്രയെക്കുറിച്ച് നിങ്ങൾ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാകും, വായിച്ചിട്ടുണ്ടാകും. പ്രകൃതിയിലെ ഒരു അത്ഭുത പ്രതിഭാസമാണ് പക്ഷികളുടെ ദേശാടനം എന്ന് പറയുന്നത്. ലക്ഷക്കണക്കിന് പക്ഷികളാണ് വർഷം തോറും ദേശാന്തര യാത്രകൾ നടത്താറുള്ളത്. പല പക്ഷികളുടെയും യാത്ര വളരെ വളരെ ദീർഘമാണ്. രാജ്യങ്ങൾ, വൻകരകൾ ഒക്കെ താണ്ടിക്കൊണ്ടാണ് ഈ സഞ്ചാരം നടത്തുന്നത്. അവരുടെ ജന്മദേശത്ത് നിന്ന് അവർ വിരുന്നിന് വരുന്ന ദേശങ്ങളിലേക്ക് പോകുന്നു. പിന്നീട് ആ വിരുന്ന് പോകുന്ന ദേശങ്ങളിൽ നിന്ന് തിരിച്ചവരുടെ ജന്മദേശത്തേക്ക് തിരിച്ച് യാത്ര ചെയ്യുന്നു. ഇത് വല്ലാത്ത ഒരു അത്ഭുത യാത്രയാണ്. പക്ഷികൾക്ക് ഇങ്ങനെ ദേശാടന യാത്ര നടത്താൻ വളരെ ഊർജം ആവശ്യമാണ്. അവരുടെ ശരീരത്തിൽ ആവശ്യമായ ഇന്ധനം, നമുക്ക് വണ്ടി ഓടിക്കണമെങ്കിൽ, ഫ്ലൈറ്റ് പറക്കണമെങ്കിൽ, പ്ലെയിൻ പോകണമെങ്കിൽ, കാറ് പോകണമെങ്കിലൊക്കെ ഊർജം വേണം, പെട്രോൾ വേണം, അല്ലെങ്കിൽ ഇന്ധനം വേണം. പക്ഷികൾക്കും അങ്ങനെ തന്നെ പറക്കണമെങ്കിൽ ഊർജം വേണം. ചിലപ്പോൾ ചില പക്ഷികൾ നിലത്തിറങ്ങാതെ ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ സഞ്ചരിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഈ പക്ഷികൾക്ക് ഇങ്ങനെ സഞ്ചരിക്കാൻ കഴിയുന്നത്? ദേശാടന യാത്ര നടത്തുന്ന ജീവികൾക്ക് പലപ്പോഴും കാലാവസ്ഥ പ്രതികൂലമായി വരും. പ്രതികൂല കാലാവസ്ഥയെ അഭിമുഖീകരിക്കേണ്ടി വരും. മഴയാകാം, കൊടുങ്കാറ്റാകാം, വലിയ ചൂടാകാം, അതുപോലെ മറ്റു പ്രതിബന്ധങ്ങൾ ഒരുപാടുണ്ടാകും. പക്ഷെ ഇവയൊക്കെ അതിജീവിച്ചുകൊണ്ട് പിഴവ് പറ്റാതെ അവ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരുന്നത് അത്ഭുതമാണ്. ഒത്തൊരുമയോടെ ദേശാടന യാത്രയിൽ ഏർപ്പെടുന്ന ആയിരക്കണക്കിന് പക്ഷിക്കൂട്ടങ്ങളുണ്ട്. ആ പക്ഷിക്കൂട്ടങ്ങളെ നിരീക്ഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഇവർക്ക് ഈ യാത്രക്ക് വേണ്ട കഴിവ്, കരുത്ത് ലഭിക്കുന്നത് എന്ന്. ഇത് എങ്ങനെ അവർ ആർജിച്ചെടുക്കുന്നു? ഇത് അവർക്ക് സ്വയം അവർ പഠിച്ചെടുക്കുന്ന, ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിൽ പോയി പഠിച്ചെടുക്കുന്നതല്ല എന്ന് നമുക്കറിയാം. അവർക്ക് എത്തേണ്ട ഈ ലക്ഷ്യം കണ്ടുപിടിക്കാൻ ആവശ്യമായ ഒരു നൈസർഗികമായ ഒരു യന്ത്രം അള്ളാഹു അവരുടെ ശരീരത്തിൽ ഫിറ്റ് ചെയ്യുന്നുണ്ട്. അവരുടെ കയ്യിൽ GPS ഇല്ല, അവരുടെ കയ്യിൽ യാത്രക്ക് ഉപകരിക്കുന്ന ഒരു ഗൈഡുമില്ല. പക്ഷെ അവ കൃത്യസ്ഥലത്ത് കൃത്യമായ യാത്ര ചെയ്ത് അവിടെ എത്തിച്ചേരുന്നു. ആരാണ് അവർക്ക് വഴി കാണിച്ചു കൊടുക്കുന്നത്? വഴി തെറ്റിപ്പോകാതെ കൃത്യമായ ലക്ഷ്യസ്ഥാനത്ത് അവരെ എത്തിക്കുന്നത് ആരാണ്? അള്ളാഹു അല്ലാതെ വേറെ ആരുമല്ല. സൂറത്തു ത്വാഹ 50-ാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞില്ലേ, അഅ്താ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദാ. ഓരോ വസ്തുവിനെയും അവൻ പടച്ചു, അതിൻ്റെ പ്രകൃതം നൽകി. സുമ്മ ഹദാ, പിന്നീട് അവക്ക് എങ്ങനെ നടക്കണം, എങ്ങനെ ജീവിക്കണം, എങ്ങനെ സഞ്ചരിക്കണം, എങ്ങോട്ട് പോകണം എന്നൊക്കെ കാണിച്ചു കൊടുത്തു. അതാണ് സുമ്മ ഹദാ. ദക്ഷിണ ധ്രുവ പ്രദേശത്ത് നിന്ന് ഉത്തര ധ്രുവത്തിലേക്ക് പറന്നു വരുന്ന ചില പക്ഷികളുണ്ട്. 30,000 മുതൽ 40,000 കിലോമീറ്റർ വരെ അവ സഞ്ചരിക്കുന്നുണ്ട്. ചില കടൽ പക്ഷികളുണ്ട്. അവരുടെ ജീവിതത്തിൻ്റെ ഏകദേശം ഒരു 90% അവ കടലുമായി ബന്ധപ്പെട്ടാണ് കഴിയുന്നത്. അവയുടെ ചിറകിൻ്റെ നീളം നിങ്ങൾ പരിശോധിച്ച് നോക്കുക, വീഡിയോകളിലൊക്കെ കാണാം. വലിയ 3-3.5 മീറ്ററോളൊക്കെ നീളം വരുന്ന ഇങ്ങനെ നീളത്തിലുള്ള ചിറകുകൾ. അവ പറക്കുന്ന രീതി പരിശോധിച്ച് നോക്കുക, വളരെ അത്ഭുതകരമാണ്. മണിക്കൂറുകളോളം ചിറക് ഒന്ന് അനക്കുക പോലും ചെയ്യാതെ അവ ഇങ്ങനെ നിൽക്കുന്നത് കാണാം. ചിറക് ചലിപ്പിക്കാതെ ഇങ്ങനെ പറക്കുന്നു. അതെങ്ങനെയാണ്? കാറ്റിൻ്റെ ദിശക്കനുസരിച്ച് ചിറകുകൾ, കാരണം ഇത്രയും വലിയ ചിറകുകൾ ഇങ്ങനെ നിരന്തരം ഇളക്കണമെങ്കിൽ വലിയ ഊർജം ആവശ്യമാണ്. പക്ഷെ അവ ചിറകുകൾ ഇളക്കാതെ കാറ്റിന് അനുകൂലമായി ഇങ്ങനെ പറക്കുന്നു. ഈ ചിറകുകൾ വിടർത്തിക്കൊണ്ടും കൂട്ടിപ്പിടിച്ചുകൊണ്ടും പറക്കാതെ അവയെ ഇങ്ങനെ നേരെ പിടിച്ചുകൊണ്ട് അവയെ നടക്കാൻ അവക്ക് അതിനുള്ള ശരീരഘടന നൽകിയത്, അതിനുള്ള ട്രെയിനിങ് നൽകിയത്, ഇതൊക്കെ ആരാണ് എന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ അവയെ പടച്ച, കാറ്റിൻ്റെ ഗതിക്ക് അനുകൂലമായി ശരീരത്തിൽ നിന്ന് ഊർജം നഷ്ടപ്പെടാതെ അതിൻ്റെ ആ ചലനങ്ങൾ നിയന്ത്രിക്കാൻ പഠിപ്പിച്ചത് അള്ളാഹുവാണ്. ഗ്ലൈഡറുകൾ കണ്ടില്ലേ നിങ്ങൾ? അതുപോലെ പറക്കാനുള്ള രീതി. ചില പക്ഷികൾ അവ ഒന്നിച്ച കൂട്ടത്തോടെ പറക്കുകയാണ്, ഇങ്ങനെ പറന്നു വരുന്നത് കാണാം. ഒരു V ആകൃതിയിലുള്ള പ്രത്യേക പറക്കലാണ്. നല്ല ശക്തിയുള്ളവ മുന്നിൽ പറക്കും,
താരതമ്യേന ശക്തി കുറഞ്ഞ പക്ഷികൾ പിന്നാലെ പറക്കും. ഈ മുന്നിൽ പറക്കുന്ന ആ പക്ഷികൾ കാറ്റിൻ്റെയൊക്കെ ശക്തി തടഞ്ഞു നിർത്തും. അപ്പോൾ പിന്നിലുള്ളവർക്ക് സുരക്ഷിതമായി പറക്കാൻ കഴിയും. ഒരു സംവിധാനമാണ് എന്ന് ആലോചിച്ച് നോക്കുക. ഇങ്ങനെ പറക്കുമ്പോൾ മുന്നിൽ പറക്കുന്ന പക്ഷികൾ കാറ്റിനെ തടുത്തു നിർത്തുകൊണ്ട് പിന്നിൽ പറക്കുന്ന ആളുകൾക്ക് അവരുടെ ഊർജം ചെലവഴിക്കുന്നത് ലാഭിക്കാൻ കഴിയും. ആരാണിത് അവരെ പഠിപ്പിച്ചത്? വല്ലദീ ഖദ്ദറ ഫഹദ, സൂറത്തുൽ അഅല 3-ാമത്തെ ആയത്ത്. അള്ളാഹുവാണ് ഇതൊക്കെ നിശ്ചയിച്ചത്. അവക്കതിൻ്റെ രീതികൾ പറഞ്ഞു കൊടുത്തതും പഠിപ്പിച്ചു കൊടുത്തതും ഒക്കെ അള്ളാഹുവാണ്. ചില പ്രാവുകൾ 1500 കിലോമീറ്റർ ദൂരക്കണക്കെ പറന്ന് ലക്ഷ്യം തെറ്റാതെ തിരിച്ച് അവയുടെ കൂട്ടിൽ തന്നെ തിരിച്ചെത്തുകയാണ്. നമുക്ക് ചിലപ്പോൾ 10-20 കിലോമീറ്റർ പോയാൽ വഴിതെറ്റും. നമുക്കറിയാത്ത സ്ഥലമാണെങ്കിൽ നമുക്ക് GPS ഇല്ലാതെ, അതുപോലെ തന്നെ യാത്രാ ഗൈഡില്ലാതെ നമുക്ക് പോകാൻ കഴിയില്ല. ഇതിന് രാവും പകലും വ്യത്യാസമില്ലാതെ പ്രാവുകൾ, പക്ഷികൾ ആയിരക്കണക്കിന് കിലോമീറ്റർ സഞ്ചരിച്ച് ഭക്ഷണം തേടി തങ്ങളുടെ കൂട്ടുകളിലേക്ക് തിരിച്ചെത്തുന്നുണ്ട്. ഇത് കാണുമ്പോൾ ഇവയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ദിശ തെറ്റാതിരിക്കാനുള്ള, വഴി തെറ്റാതിരിക്കാനുള്ള ഒരു ഉപകരണം ഇൻബിൽറ്റായിട്ട് അവരുടെ ശരീരത്തിൽ അള്ളാഹു നിക്ഷേപിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ സംശയിച്ചു പോകും. അള്ളാഹു ചോദിക്കണം, അലം തറ, നീ കണ്ടില്ലേ, അന്നല്ലാഹ യുസബ്ബിഹു ലഹു മൻ ഫിസ് സമാവാതി വൽ അർള്, ആകാശഭൂമികളിലുള്ള എല്ലാം അള്ളാഹുവിന് തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. വത്തൈറു സോഫാത്തിൻ, ഇങ്ങനെ ചിറക് വിരിത്തി പറക്കുന്ന പക്ഷികൾ. കുല്ലുൻ ഖദ് അലിമ സ്വലാത്തുഹു വ തസ്ബീഹ്, കുല്ലുൻ ഖദ് അലിമ സ്വലാത്തുഹു വ തസ്ബീഹഹു, എല്ലാറ്റിനും അവരുടെ പ്രാർത്ഥനയും അവരുടെ പ്രകീർത്തനവും അറിയാം. വല്ലാഹു അലീമും ബിമാ യഫ്അലൂൻ, അള്ളാഹു അവർ ചെയ്യുന്നതെല്ലാം നന്നായി അറിയുന്നതാണ്. ഇനി സൂറത്തുൽ മുൽക്ക് 19-ാമത്തെ ആയത്ത് നോക്കുക. അവലം യറൗ ഇലത്വൈരി ഫൗഖഹും സാഫാത്തിൻ, അവരുടെ മുകളിൽ ചിറക് വിരിച്ച് പറക്കുന്ന പക്ഷികളെ അവർ നോക്കുന്നില്ലേ? വയഖ്ബിൽന, ആ പക്ഷികൾ ഇങ്ങനെ ചിറക് വിരിച്ച് പറക്കുക മാത്രമല്ല, ആ ചിറകുകൾ ഒതുക്കി പറക്കുകയും ചെയ്യുന്നു. അത് അവർ കാണുന്നില്ലേ? മാ യുംസിക്കുഹുന്ന ഇല്ലർ റഹ്മാൻ, അവയെ പിടിച്ചു നിർത്തുന്നത് പരമകാരുണികനായ തമ്പുരാനാണ്, അല്ലാതെ വേറെ ആരുമല്ല. ഇന്നഹു ബികുല്ലി ഷൈഇൻ ബസീർ, അവൻ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വ്യക്തമായി കണ്ടറിയുന്നവനാണ്. ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ താണ്ടി സാൽമൺ മത്സ്യങ്ങൾ സമുദ്രത്തിൽ നിന്ന് തങ്ങൾ ജനിച്ചു വീണ ശുദ്ധജല സ്രോതസ്സുകൾ തേടി സഞ്ചരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പഠിച്ചു നോക്കുക. വല്ലാത്ത അത്ഭുതകരമായ യാത്രയാണ്. പ്രകൃതിയിലെ തീർത്തും വിസ്മയിപ്പിക്കുന്ന യാത്രയാണ് അറ്റ്ലാന്റിക് സാൽമണുകളുടെ ദേശാടന യാത്ര. സാൽമണുകളുടെ സാധാരണ വർഷം എന്ന് പറയുന്നത് ഏകദേശം 8 വർഷമാണ്. ആദ്യത്തെ 3 വർഷം ശുദ്ധജല അരുവികളിൽ അവർ കഴിച്ചുകൂട്ടും. പിന്നീട് സാൽമൺ കുഞ്ഞുങ്ങൾ ഉപ്പുവെള്ളത്തിൽ ജീവിക്കാനുള്ള ശാരീരിക ശക്തി കൈവരിക്കുന്നു. പിന്നീട് ശുദ്ധജല സ്രോതസ്സുകളിൽ നിന്ന് സമുദ്രജലത്തിലേക്ക് പോകാനുള്ള എല്ലാ തയ്യാറെടുപ്പുമാകുന്നു. അത് കഴിഞ്ഞ് പിന്നീട് അവ അരുവികളിലൂടെ, പുഴകളിലൂടെ സഞ്ചരിച്ച് സമുദ്രത്തിലെത്തിച്ചേരുന്നു. പിന്നീട് 1 മുതൽ 4 വർഷം വരെ അവർ പിന്നീട് സമുദ്രത്തിലാണ് വളരുന്നത്. അങ്ങനെ വളർന്ന് പിന്നീട് അവ പ്രായപൂർത്തിയെത്തുകയും പ്രജനനത്തിനുള്ള സമയമാവുകയും പ്രായപൂർത്തി കൈവരിക്കുകയും ചെയ്താൽ പിന്നീട് സാൽമൺ മത്സ്യങ്ങൾ പ്രജനനത്തിനായി ജനിച്ചു വളർന്ന പുഴകളിലേക്ക്, അരുവികളിലേക്ക് തിരിച്ചു വരികയാണ്. അതൊരു വല്ലാത്ത യാത്രയാണ്. സമുദ്രത്തിൽ നിന്ന് പുഴകളിലൂടെ തങ്ങൾ ജനിച്ചു വളർന്ന സ്ഥലങ്ങളിലേക്കുള്ള ഈ യാത്ര, ആയിരക്കണക്കിന് കിലോമീറ്റർ തേടിയുള്ള ഈ യാത്ര, അത് വല്ലാത്തൊരു യാത്രയാണ്. സമുദ്രം ഇങ്ങനെ ഒഴുകുമ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ഈ സാൽമൺ മത്സ്യങ്ങൾ യാത്ര ചെയ്യുന്നു എന്നുള്ളത് അത്ഭുതകരമായ ഒരുപാട് പ്രതിസന്ധികളെ യാത്ര ചെയ്തുകൊണ്ടാണ്, വെള്ളച്ചാട്ടങ്ങൾ വരെ തിരിച്ചു കയറിയിട്ടാണ് അവ വരുന്നത്. ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ താണ്ടി ഇവ എങ്ങനെയാണ് എത്തുന്നത് എന്ന് പരിശോധിച്ച് നോക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രകൃതിയിൽ ചെയ്തു വെച്ചിട്ടുള്ള അത്ഭുതം നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഖാല റബ്ബുനല്ലദീ അഅ്താ കുല്ല ഷൈഇൻ ഖൽഖഹു സുമ്മ ഹദാ, ആരാണ് ഇവക്ക് ഈ യാത്രക്കുള്ള വഴി കാണിച്ചു കൊടുക്കുന്നത്? അള്ളാഹുവാണ്. സുബ്ഹാനല്ലാഹ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.